ഉത്തരവാദിത്വം അതാണ്. നമ്മളിതൊക്കെ പറയുമ്പോൾ പുതിയ പുതിയ പ്രമേയം ഇനിയും വരാൻ സാധ്യതയുണ്ട്. ആ പ്രമേയമൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുക എന്നല്ലാതെ ഒരിക്കലും ഇത്തരം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സ്ഥാപക നേതാക്കന്മാരുടെ താല്പര്യത്തിനെയും നീയത്തിനെയും ലക്ഷ്യത്തെയും ആദർശത്തെയും ബലികഴിക്കുന്ന ഒരുത്തനെയും സമസ്തയുടെ ലേബലിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കാൻ പാടില്ല. നമ്മളാരുടെയും വ്യക്തിപരമായ താല്പര്യമല്ല, വ്യക്തിപരമായ ലാഭമില്ല, വ്യക്തിപരമായി നഷ്ടമേ ഉണ്ടാകൂ എന്ന ഉറപ്പോടുകൂടിയാണ് ഇതൊക്കെ പറയുന്നത്. നമുക്കും ജോലിക്ക് ബാധിക്കൊരു പക്ഷേ, പിന്നെ നമുക്ക് വണ്ടിക്ക് അടവടക്കാനൊന്നുമില്ല. പ്രസംഗിക്കാൻ പോയിട്ട് വണ്ടിക്ക് അടവടക്കലോ അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ല. അടവടക്കണമല്ലൊക്കെ മിണ്ടാതിരിക്കുകയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം, നാളെയുടെ ലാഭനഷ്ടങ്ങളെക്കുറിച്ചോ വരുമാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സുഖസൗകര്യങ്ങളെക്കുറിച്ചോ അല്ല, അത് ചിന്തിച്ചുകൊണ്ടല്ല നമ്മളാരും ഈ സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങിയത്.